നമ്മൾ ഇന്ന് മരിച്ചുപോയി. കാലങ്ങൾ കഴിഞ്ഞാലും മരിക്കാതെ നമ്മുടെ ഖബറിലേക്ക് വരുന്ന പാപങ്ങൾ, ദോഷങ്ങളായി വരുന്ന തെറ്റായ ചില ഉദ്യമങ്ങൾ തുടങ്ങി വെച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ അതവന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കി തീർക്കുക. ഹിജ്റ 400 ജീവിച്ച ഇമാം അബൂബക്കർ അത്തൊർത്തൂഷി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വൈലുൽ ലിമൻ യമൂതു വതബ്ഖാ ദുനൂബുഹു 100 സന വ100 സന. ഒരാൾ മരിച്ചിട്ടും 100-200 കൊല്ലങ്ങൾ അയാളുടെ പാപങ്ങൾ അവശേഷിക്കുന്നുവെങ്കിൽ അയാൾക്കാകുന്നു ഏറ്റവും വലിയ നഷ്ടമെന്നാണ്. തുബാ ലിമൻ മാത വമാതത് മഅഹു ദുനൂബുഹു. മരിക്കുമ്പോൾ തന്റെ പാപങ്ങളും മരിക്കുന്നുവെങ്കിൽ അവന് മംഗളാശംസകൾ. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പാപം മരിക്കണം, പിന്നെ ഒരു പാപം നമ്മളെ പിന്നുണ്ടാകാൻ പാടില്ല. നമ്മൾ മരിച്ചു, നാളെയും നമ്മുടെ തെറ്റ് ഇവിടെ ബാക്കിയുണ്ട് എന്ന് വന്നാൽ ആ തെറ്റുകൾ മരിച്ചിട്ടില്ല എന്നർത്ഥം. ഒരു തോന്നിവാസത്തിൽ തുടക്കമിട്ട് മരിച്ചുപോയി, എന്തെങ്കിലും തെറ്റായ തിന്മക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മരിച്ചുപോയി, ഒരു ഫിത്ന ഉണ്ടാക്കിയിട്ട് അവൻ മരിച്ചുപോയി, അവന്റെ കാലശേഷവും അത് നാട്ടിലെങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് അത്തരം തിന്മകൾ, തോന്നിവാസങ്ങൾ ലോകത്ത് വിതച്ചുപോയ മനുഷ്യന്മാരുണ്ട്. തെറ്റായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ മുതൽ എല്ലാം അതിന്റെ ബാക്കിപത്രങ്ങൾ തന്നെയാണ്. ഷിയായിസവും ഖവാരിജിയത്തും അടക്കമുള്ള ദുഷിച്ച തെറ്റായ ആശയമുള്ള ആളുകൾ ഒക്കെ ചില മനുഷ്യന്മാർ തുടങ്ങി വെച്ചു പോയതാണ്. ഒരു വ്യക്തി തുടങ്ങിച്ചാണ് ഷിയായിസം എന്നത്. കോടാനുകോടി മനുഷ്യന്മാരുടെ ഈമാൻ തെറ്റാനാണ് അത് കാരണമായി മാറിയത്. അങ്ങനെയുള്ള തിന്മകൾക്ക് നിമിത്തമാകുന്ന കാര്യങ്ങൾ തന്റെ കാലം കഴിഞ്ഞാൽ തലമുറകളോളം ആ തോന്നിവാസം നാട്ടിലുണ്ടാവും. ദുഷിച്ച സംസ്കാരങ്ങളെ തുടങ്ങി വെക്കുന്ന ആളുകൾ, തെറ്റായ ചില സംവിധാനങ്ങളെ തുടക്കമിടുന്ന ആളുകൾ, ആളുകൾക്ക് കൂത്താടാനും കുടിക്കാനും എല്ലാത്തിനും പറ്റാത്ത വിധമുള്ള ചില സംവിധാനങ്ങൾ നാട്ടിൽ തുടങ്ങി വെച്ചു പോകുന്ന ആളുകൾ, ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന, സംസ്കാരം തന്നെ മാറ്റി എഴുതുന്ന, എല്ലാ തിന്മക്കും തോന്നിവാസങ്ങൾക്കും നിമിത്തമായി മാറുന്ന ഇടങ്ങളെ തുടക്കമിട്ട് പോകുന്ന ആളുകൾ ഒരുപക്ഷെ ബിസിനസ്സായി തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ക്ഷേമം എന്ന നിലയ്ക്ക് തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ പേരും പറഞ്ഞു തുടങ്ങിയതായിരിക്കാം. എന്ത് പേരിലാണെങ്കിലും നമ്മൾ മരിച്ചു പോകുമ്പോൾ അത്തരം തിന്മകളുടെ സംവിധാനങ്ങൾ ഇവിടെ ബാക്കി വെച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ അവരാണ് ഏറ്റവും വലിയ നഷ്ടമെന്നാണ്. കാരണം അവർ മരിച്ചുപോയി പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് നാട്ടിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ വിഹിതം വന്നുകൊണ്ടേയിരിക്കും ഖബറിലേക്ക്. ഞങ്ങൾ പറഞ്ഞല്ലോ, ലോകത്തെ ഇവിടെ ആരെ കൊന്നാലും ഇല്ലാ കാന അലബിനി ആദമൽ അവ്വൽ കിഫ്ലും മിൻ ദബിഹ. ആദമിന്റെ ഒന്നാമത്തെ പുത്രന് ഈ കൊലപാതകത്തിന്റെ ഒരു പങ്ക് ലഭിക്കാതിരിക്കുകയില്ല. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ. അവരാണ് കൊലപാതകം എന്ന നടപടിക്രമം ലോകത്ത് തുടങ്ങി വെച്ചത്. ഹാബീൽ ഖാബീൽ വിഷയം നമുക്ക് ആദനബിയുടെ മക്കൾ പരസ്പരം ഉണ്ടായ കൊലപാതകം സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതാണ് ലോകത്തെ ഒന്നാമത്തെ കൊലപാതകം. അതുകൊണ്ട് ഇനി ഖിയാമത്ത് വരെ ലോകത്ത് എവിടെയെല്ലാം ആരെയെല്ലാം കൊല്ലുന്നുവോ അതിനൊക്കെ ഒരു വിഹിതം ആ ഒന്നാമത്തെ കുറ്റവാളിക്ക് ലഭിക്കുമെന്നാണ്. എത്രയാണ് അതിനൊക്കെ ഒരു നഷ്ടം. അതുകൊണ്ട് ആ നിലക്കുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പെടുത്തണം. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ എല്ലാ തിന്മയും അവസാനിച്ചു എന്ന ബോധ്യം വേണം. ഇനി അവിടെ തുടങ്ങി വെച്ച ഒന്നുമില്ല. നമ്മളായി തുടക്കമിട്ട, നമ്മളായിട്ട് സംവിധാനിച്ചു വെച്ച ഒരു തിന്മ, ഒരു തോന്നിവാസം, ഒരു ഹറാമിന്റെ കേന്ദ്രം, ഒരു ഫിത്നയുടെ സംവിധാനം, അങ്ങനത്തെ ഒന്നും ഞാനായി തുടങ്ങി വെച്ചിട്ടില്ല. അത് തുടങ്ങാൻ തന്നെ പോകാതെ തുടങ്ങിയപ്പോഴേ നമ്മൾ മരിക്കാൻ നമുക്കറിയല്ലോ. അങ്ങനത്തെ തുടങ്ങി വെച്ചു, നമ്മൾ മരിച്ചു പോയാലും നമ്മളത് കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ നൂറ്റാണ്ടുകൾ നമ്മുടെ പേരിൽ, നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. താങ്ങാനുള്ള ശേഷി സഹോദരങ്ങളെ നമുക്കില്ല. ആ നിലക്കുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇതിന്റെ ഭാഗമായി നമുക്കുണ്ടാകും. നല്ല ആസാറുകൾ പരമാവധി ഉണ്ടാക്കി വെക്കുക. ദുഷിച്ച തെറ്റായ ആസാറുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. വല്ലതുമുണ്ടെങ്കിൽ ജീവിതകാലത്ത് തന്നെ ഇല്ലാതാക്കാനുള്ള സംവിധാനമോ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളോ ആത്മാർത്ഥമായ തൗബയോ എല്ലാം ഉണ്ടായി ഇനി അതിന്റെ ഒരു പാപഭാരം നമുക്ക് ലഭിക്കുന്നില്ല എന്ന സമാധാനത്തിൽ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകാൻ പറ്റണം.